Hello guys, welcome back to Trend. So guys, we will see top 5 gaming phones. That is Call of Duty, PUBG, games phones. Guys, 5th position RAZER Phone 2 in the specification Qualcomm Snapdragon 845 processor RAM 8GB RAM storage 64GB Guys, maximum നമുക്ക് 1 TB എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അത് നല്ല കാര്യമാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ 64 GB വരെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വലിയ ഗെയിംസ് ഒന്നും കയറ്റാൻ പറ്റും, പക്ഷേ സ്റ്റോറേജ് പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിപ്പം കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസും എല്ലാം കൂടെ ആയിട്ട് പിന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് പിന്നെ എൻ്റെ പ്രോഗ്രാമിംഗ് ഫയൽസ് എല്ലാം ഉള്ളതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് 56 GB വരെ എൻ്റെ കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഗെയിംസ് മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതിനെ മൈക്രോ SD വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ബെറ്ററാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഗെയിംസ് നിങ്ങൾക്ക് കയറ്റാവുന്നതാണ്. പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ആണെങ്കിൽ 630 GPU ആണ്. പിന്നെ വേപ്പർ ചാമ്പർ കൂളിംഗ് ഉണ്ട് ഗൈസ്. ഈ വേപ്പർ ചാമ്പർ കൂളിംഗ് കാരണം നമുക്ക് അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ ഗെയിം കളിക്കാൻ നേരത്ത് നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവാൻ നേരത്ത് ഈ വേപ്പർ ചാമ്പർ കൂളിംഗ് ആണ് നിങ്ങൾക്ക് ഇതുണ്ട്. അത് നമ്മളെ ഫോണിനെ മാക്സിമം കൂൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും, പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 5.72 ഇഞ്ച് QHD ഡിസ്പ്ലേ ആണ്. പിന്നെ റിഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 120 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ്. പിന്നെ മൾട്ടി ടച്ച് ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ റിയർ ക്യാമറ നോക്കാം. അപ്പോൾ റിയർ ക്യാമറ ആണെങ്കിൽ 12MP + 12MP ആണ്. അതായത് പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 8MP ആണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ്, അതായത് നമ്മൾ ഈ സ്പീക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. അതായത് ഡോൾബി അറ്റ്മോസ്. ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ആണ് നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം അടിപൊളി കിട്ടുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം ഡോൾബി അറ്റ്മോസ് സ്പോൺസറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും അടിപൊളി ക്വാളിറ്റിയിലും അടിപൊളി ക്ലാരിറ്റിയിലും നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ആപ്പുണ്ട് ഗൈസ്, RAZER Cortex ആപ്പ് എന്നൊരു ആപ്പ്, മൊബൈൽ ആപ്പുണ്ട്. അപ്പോൾ അത് കയറി നിങ്ങൾക്ക് ഗെയിംസ്, അതായത് പോപ്പുലർ ഗെയിംസ് എല്ലാം തരും. അപ്പം അതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ 4000 mAh ആണ് ബാറ്ററി ലൈഫ്. പിന്നെ ഗൈസിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. ഈ വയർലെസ് ചാർജിങ് ആണ് നിങ്ങൾക്ക് ഒരു എന്ന് വെച്ചാൽ മെയിൻ ഫ്യൂച്ചർ ഗൈസ്. അതിനകത്ത് പിന്നെ RGB ലൈറ്റിംഗ് കൂടെ വരുന്നുണ്ട് ഗൈസ്. ഈ വയർലെസ് ചാർജിൽ RGB ലൈറ്റും കൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് ഫീൽ തരുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ലോഗോ ആണെങ്കിൽ RGB ലൈറ്റ് വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കസ്റ്റമൈസുള്ള ലൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. നിങ്ങളുടെ ലോഗോയിൽ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കസ്റ്റമൈസ് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ RGB ഇതുകൊണ്ട് ഈ ഫോണിലും പിന്നെ ഈ വയർലെസ് ചാർജറിലും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവ് ഫീൽ കിട്ടുന്നതാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 62,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് ഗൈസ്. ഞാൻ താഴെ 4th പൊസിഷനിൽ സയോമിൻ്റെ ബ്ലാക്ക് ഷാർക്ക് 2 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ Qualcomm Snapdragon 855 പ്രോസസ്സറാണ്. GPU ആണെങ്കിൽ Adreno 640 ആണ്. പിന്നെ കേസ് റാം നോക്കിക്കഴിഞ്ഞാൽ 6GB റാമും ഉണ്ട്, 12GB റാമും ഉണ്ട്. അപ്പോൾ 6GB റാം ആണെങ്കിൽ അത് ബേസിക് വേർഷനാണ്, 12GB റാം ആണെങ്കിൽ അത് ഹയർ വേർഷനാണ്. കേസ് മെമ്മറി നോക്കിക്കഴിഞ്ഞാൽ 128GB ഉണ്ട്, 256GB ഉണ്ട്. അപ്പോൾ ഈ 128GB ആണെങ്കിൽ അത് ബേസിക് വേർഷനാണ്, 256GB ആണെങ്കിൽ ഹയർ വേർഷനാണ്. പിന്നെ ക്യാമറ ആണെങ്കിൽ 48MP + 12MP ആണ് എൻ്റെ റിയർ ക്യാമറ. പിന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 20MP ആണ്. ബാറ്ററി ആണെങ്കിൽ ഗൈസ് 4000 mAh ആണ് എൻ്റെ ബാറ്ററി. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.39 FHD+ AMOLED ഡിസ്പ്ലേ. ഗെയിം മോഡുണ്ട്. അപ്പോൾ ഈ ഗെയിം മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗെയിം മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പേസ് ആണ് ഗൈസ്. അവിടെ അത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല, ഒരു ഡിസ്റ്റർബൻസും കിട്ടത്തില്ല. അതായത് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പോ ഫേസ്ബുക്കോ നിങ്ങളുടെ ഒരു മെസ്സേജും വരത്തില്ല. നിങ്ങൾക്ക് ഒരു ശല്യമില്ല. അത് ഗെയിമിൻ്റെ കളിക്കാൻ പറ്റുന്നതാണ് ഗെയിമൊക്കെ. പിന്നെ ലിക്വിഡ് കൂളിംഗ് ഒന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് കൂളിംഗ് ആണെങ്കിൽ മാക്സിമം നമുക്ക് 14 ഡിഗ്രി സെൽഷ്യസ് ഡിക്രീസ് ചെയ്യും. അതായത് നിങ്ങളെ ഫോൺ ഒരിക്കലും അത്ര ഹീറ്റ് ആവത്തില്ല. നിങ്ങൾ എത്ര വലിയ ഗെയിം കളിച്ചാലും ഈ ലിക്വിഡ് കൂളിംഗ് ഓപ്ഷൻ ഇതുള്ളതുകൊണ്ട് 14 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കൂൾ ചെയ്യുന്നതാണ്. പിന്നെ ലൂഡിക്രസ് മോഡ് എന്നുണ്ട്. ഇപ്പോൾ ഈ ലൂഡിക്രസ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കാൻ നേരത്ത് നിങ്ങളെ ഗെയിംസിന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് സ്പീഡ് കൂടും, സ്പീഡായിട്ട് കളിക്കാനും പറ്റും, ഒരു ലാഗും ഇല്ലാതെ കളിക്കാനും പറ്റും. പിന്നെ 43.5 millisecond ടച്ച് സ്ക്രീൻ ഉണ്ട്. അതായത് അത്രയും ടച്ച് അടിപൊളിയാണ് ഗൈസ്. പിന്നെ RGB ലൈറ്റ്സ്. ബിക്കോസ് RGB ലൈറ്റ്സ് ആണെങ്കിൽ സൈഡിൽ വരുന്നത് അത് അട്രാക്റ്റീവ് ലുക്ക് വരുന്നുണ്ട് ഗൈസ്, RGB ലൈറ്റ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ പ്രൈസ് ആണെങ്കിൽ 6GB റാമും 128GB ആണെങ്കിൽ എടുക്കണമെങ്കിൽ 32,000 ആണ്. ഇപ്പം 8GB റാമും 256GB ആണ് എടുക്കണമെങ്കിൽ അത് 42,500 ആണ്. അപ്പോൾ ഗൈസ്
തേർഡ് പൊസിഷനിൽ OnePlus 8 ആണ്. എൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ 180 gram ആണ്. ഡിസ്പ്ലേ ആണെങ്കിൽ ഫ്ലൂയിഡ് ആൻഡ് മോഡ് കപ്പാറ്റീവ് ടച്ച് സ്ക്രീൻ. പിന്നെ സ്ക്രീൻ ആണെങ്കിൽ 6.55 ഇഞ്ചാണ് ഗൈസ്. ഈ 1080x2400 പിക്സൽസ് ആണ്. പിന്നെ കോണിങ് ഗൊറില്ല ഗ്ലാസും കൂടെ ഗൈസ്. ഈ കോണിങ് ഗൊറില്ലാസ് ഉള്ളതുകൊണ്ട് ഗൈസ് നിങ്ങൾക്ക് അത്രയും നല്ലപോലെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്ക്രീന് ഒരു ഡാമേജും ഉണ്ടാകത്തില്ല. കാരണം സാധാരണ പോലത്തെ ഒരു സ്ക്രീൻ കാർഡൊന്നുമല്ല ഗൈസ്. നിങ്ങൾക്ക് ഇതൊരു കോണിങ് ഗൊറില്ല ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് അത്രയും അടിപൊളി പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. കാരണം വെച്ചാൽ ജസ്റ്റ് കുറച്ച് തറയും വീണാലും നിങ്ങൾക്ക് ഒരു സ്ക്രാച്ചും വരത്തില്ല. പിന്നെ ഗൈസിൻ്റെ റീഫ്രഷ് റേറ്റ് ആണെങ്കിൽ 90 Hz വരെ റീഫ്രഷ് റേറ്റ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ഗെയിംസ് എല്ലാം നല്ലപോലെ കളിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റക്കും ഒന്നുമില്ലാതെ നല്ല സ്പീഡായിട്ട്. കാരണം വെച്ചാൽ ഗൈസ് 90 Hz ഉള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ആണെങ്കിൽ 10 ആണ്. ഓക്സിജൻ OS 10.0 ആണ്. പിന്നെ പ്രോസസ്സർ ആണെങ്കിൽ കോൾകം സ്നാപ്ഡ്രാഗൺ 865 ആണ്. പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ 650 GPU ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 48 MP + 16 MP ആണ്. അൾട്രാ വൈഡ് +2 MP മാക്രോ ക്യാമറയാണ്. അതായത് ഈ മാക്രോ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചെറിയ ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്ത് അടിപൊളി ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റുന്നത്. അതായത് പോർട്രേറ്റ് മോഡിൽ എത്ര ചെറിയ ഒബ്ജക്ട്സിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് അടിപൊളി ക്ലാരിറ്റി എടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ഉറുമ്പിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് നല്ല പോലെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡുവൽ LED ഫ്ലാഷ് ഉണ്ട് ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോ ആണെങ്കിൽ 8K വരെ പോകും ഗൈസ്. ഈ 8K കാരണം നിങ്ങൾക്ക് അത്രയും അടിപൊളി ക്ലാരിറ്റി കിട്ടും. സാധാരണ ഒരു 4K തന്നെ ഒരു അടിപൊളി ക്ലാരിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 8K ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയില്ല ഗൈസ്, വേറെ ലെവലാണ്. കാരണം വെച്ചാൽ അത്രയും അടിപൊളി ക്ലാരിറ്റി ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസിനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 60 MP ആണ് എൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 1080p വിത്ത് 30 FPS. പിന്നെ ഈ OnePlusലെ സ്റ്റോറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 128 GB 8 GB റാമും ആണ് എൻ്റെ ബേസിക് വേർഷൻസ് വരുന്നത്. പിന്നെ 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് എൻ്റെ ഹയർ വേർഷൻ. അതായത് ഈ ബേസിക് വേർഷനിൽ 2 വേർഷൻസ് വരുന്നുണ്ട്. അതായത് 6 GB റാമും വരുന്നുണ്ട്, 8 GB റാമും വരുന്നുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും സ്റ്റോറേജ് സെയിം ആണ്. 128 GB ആണ് എൻ്റെ സ്റ്റോറേജ്. പിന്നെ എൻ്റെ ഹയർ വേർഷൻ ആണെങ്കിൽ അത് 12 GB റാമും 256 GB ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ 4300 mAh ആണ് വിത്ത് ഫാസ്റ്റ് ചാർജിങ്. ഈ ഫാസ്റ്റ് ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെറും 20 മിനിറ്റ്സിൽ 50% ചാർജ് വരും. അതായത് അത്രയും സ്പീഡാണ്, പെട്ടെന്ന് ചാർജ് ആകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 41,000 ആണ് ഈ 6 GB റാമിന് 120 GB വരുന്നത്. 45,000 ആണ് 8 GB റാമിന് 120 GB. സെക്കൻഡ് പൊസിഷനിൽ Nubia REDMAGIC 3S ആണ്. അപ്പം എൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൾകം സ്നാപ്ഡ്രാഗൺ 855+ പ്രോസസ്സറാണ്. റാം ആണെങ്കിൽ 8 GB റാമും ഉണ്ട്, 12 GB റാമും ഉണ്ട്. അപ്പോൾ 8 GB റാം ആണെങ്കിൽ ബേസിക് വേർഷനാണ്, 12 GB റാം ആണെങ്കിൽ അത് ഹയർ വേർഷനാണ്. അപ്പോൾ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 128 GB × 256 GB ആണ്. ഇപ്പം 128 GB ആണെങ്കിൽ അത് ബേസിക് വേർഷനാണ് വരുന്നത്, 256 GB ആണെങ്കിൽ ഹയർ വേർഷനാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.65 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. റീഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 90 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് ആണെങ്കിൽ 5000 mAh ബാറ്ററി ലൈഫാണ്. പിന്നെ ഡുവൽ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് നിങ്ങൾ എത്ര ഗെയിം കളിച്ചാലും എത്ര നേരം കളിച്ചാലും ഫോൺ ഒട്ടും ഹീറ്റ് ആകത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹീറ്റ് ഡിക്രീസ് ആവുന്നതാണ്. പിന്നെ കപ്പാസിറ്റീവ് ട്രിഗേഴ്സ് ഉണ്ട്. ഈ കപ്പാസിറ്റീവ് ട്രിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് കൺസോൾ ടൈപ്പ് യൂസ് ചെയ്യാം. അതായത് PS4 Xbox അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ മോണാക്കി കഴിഞ്ഞാൽ ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ രണ്ട് സ്വിച്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് PS4ഉം അതേ പിന്നെ Xboxിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 3D സറൗണ്ടഡ് സൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് മാക്സിമം ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ 3D സറൗണ്ടിങ്സ് ഉള്ളതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാനും പറ്റും. എന്ന് വെച്ചാൽ PUBG അതേപോലത്തെ ഗെയിംസ് എല്ലാം കളിക്കാനൊക്കെ അടിപൊളി രസമായിരിക്കും ഗൈസ്. പിന്നെ ഗെയിം സ്പേസ് ഉണ്ട്. ഈ ഗെയിം സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ഗെയിംസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗെയിമിൻ്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗെയിമിൻ്റെ ഏതൊക്കെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലിസ്റ്റ് വരും നിങ്ങൾ ഏതൊക്കെ ഗെയിം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയി സെലക്ട് ചെയ്ത് പോയി ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 48 MP ആണ് എൻ്റെ ക്യാമറ. പിന്നെ വീഡിയോ ക്ലാരിറ്റി 8K ആണ് ഗൈസ്. അത്രയ്ക്കും അടിപൊളി ക്ലാരിറ്റി ആണ്. 8K വീഡിയോ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ മോഡും ഉണ്ട് ഗൈസ് അതിൽ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി ക്യാമറ ഗൈസ് 8K ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിന് വേറെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 16 MP ആണ്. അപ്പോൾ ഗൈസിൻ്റെ പ്രൈസ് ആണെങ്കിൽ 48,000 ആണ്. അത് നിങ്ങളിപ്പം 12 GB റാമും 256 GB 48,000. ഇപ്പം 8 GB റാമും 128 GB ആണെങ്കിൽ അതിന് 37,000 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ asus ROG Phone 3 ആണ് ഗൈസ്.
പിന്നെ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ കോൾക്കം സ്നാപ്ഡ്രാഗൺ 865 പ്ലസ് പ്രോസസ്സറാണ്. അതായത് ആൻഡ്രോയിഡിൽ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഗൈസ്. റാം ആണെങ്കിൽ 8 GB റാമും 12 GB റാമും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ 8 GB റാം ആണെങ്കിൽ ബേസിക് വേർഷനാണ്, 12 GB റാം ആണെങ്കിൽ ഇത് ഹയർ വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 128 GB ഉണ്ട്, പിന്നെ 256 GB ആണ്. ഇപ്പോൾ നിങ്ങൾ 120 GB ആണെങ്കിൽ അത് ബേസിക് വേർഷനാണ്, 256 GB ആണെങ്കിൽ ഹയർ വേർഷനാണ് ഗൈസ്. ഡിസ്പ്ലേ ആണെങ്കിൽ 144 Hz റീഫ്രഷ് റേറ്റാണ്. അതായത് ഗൈസ് ഇതുവരെയും ഒരു ഫോണിൽ ഇത്രയും റീഫ്രഷ് ആയിട്ടില്ല ഗൈസ്. അതായത് അത്രയും സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 6.59 FHD പ്ലസ് അൻമോൾഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ HDR10+ ആണ് ഗൈസ്. അതായത് നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി, അത്രയും ക്വാളിറ്റിയിൽ ഗെയിമും കളിക്കാൻ പറ്റുന്നതാണ്, വീഡിയോയും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഗൈസ് 225 millisecond ടച്ച് റെസ്പോൺസ് ആണ്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററി ലൈഫാണ്. അതായത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്, ഒരു ഇതുമില്ല ഗൈസ്. കാരണം 6000 mAh ബാറ്ററി ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടാനും ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്മാർട്ട് ചാർജർ ഒരു മോഡുണ്ട് ഗൈസ്. ഈ സ്മാർട്ട് ചാർജർ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഫോൺ നിങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകണമെങ്കിൽ നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്യണം. അധികം നിങ്ങൾ അലാറം ഇപ്പോൾ 9 AM ആണ് വെക്കണമെങ്കിൽ ആ ടൈം നിങ്ങളെ ഫോണോട് സിങ്ക് ചെയ്യണം. അപ്പം ആ സ്പെസിഫിക് ടൈം നിങ്ങൾ ഏത് ടൈം സെലക്ട് ചെയ്തോ ആ സ്പെസിഫിക് ടൈമിൽ മാത്രമേ ഈ ഫോണിനെ ഫുൾ ചാർജ് കയറത്തുള്ളൂ. ഇപ്പോൾ ഗൈസിൻ്റെ ക്യാമറ ആണെങ്കിൽ 64MP പ്ലസ് 13MP പ്ലസ് 5MP ആണ്. അതായത് എൻ്റെ റിയർ ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 24MP ആണ്. പിന്നെ ഗൈസ് ഗെയിമിങ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാർജർ കേബിൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പോൾ നിങ്ങളിപ്പം ചാർജ് കുത്തുന്ന ഈ ചാർജ് പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ USB-യിൽ സൈഡിലായിരിക്കും മിക്ക ഫോൺസിനും വരുന്നത്. പക്ഷേ ഇതിൽ സൈഡിലും ഉണ്ട് സെൻറ്ററിലും ഉണ്ട്. അപ്പം ഈ സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർജർ പ്ലഗ് ഇൻ ചെയ്തിട്ട് കളിക്കാൻ ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് PUBG പോലത്തെ ഗെയിംസ് ഒന്നും നേരെ കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ നമുക്ക് ഈ സെൻറ്ററിലും ഉണ്ട് സൈഡിലും ഉണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ഇട്ടിട്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലപോലെ കിട്ടുന്നതാണ്. പിന്നെ ഗെയിം അടിപൊളിയിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എയർ ട്രിഗർ ടെക്നോളജി എന്നുണ്ട് ഗൈസ്. എയർ ട്രിഗർ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമിനെ PS4 അതായത് നിങ്ങൾക്ക് അതേപോലത്തെ കൺസോൾ ടൈപ്പ് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ എയർ ട്രിഗേഴ്സ് എന്നുണ്ട്. അതായത് രണ്ട് ബട്ടൺസ് പോലെ. അപ്പം ആ ബട്ടൺ പ്രസ് ചെയ്ത് കൺസോൾ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ആ മോഡ് ഓണാക്കുന്ന നേരത്ത് 3 ഇത് വരും ഗൈസ്. റെഡ്, യെല്ലോ, ബ്ലൂ എന്നൊരു ബട്ടൺസ് വരും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ നിങ്ങൾ ഷൂട്ടിൻ്റെ ഓപ്ഷൻ, അതായത് PUBG ഗെയിം കളിക്കണമെങ്കിൽ ഷൂട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട്, ബ്ലൂ ആണെങ്കിൽ അത് ബ്ലൂ ലെഫ്റ്റ് ഹാർഡ് വരെയാണ്, റെഡ് റൈറ്റ് ഹാർഡ് വരെയാണ്. അപ്പം ഈ നിങ്ങൾ റെഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഷൂട്ട് ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് പിന്നെ ബ്ലൂവിനെ ADSൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കൺസോൾ, അതായത് നിങ്ങൾ PS4 രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ യെല്ലോ ആണെങ്കിൽ നിങ്ങൾ റീലോഡ് കൊടുക്കണം ഗൈസ്. അപ്പം ഇതിലെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഷേക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് റീലോഡ് ചെയ്താൽ നിങ്ങളെ ഗൺ റീലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. അതാണ് ഗൈസിൻ്റെ ഏറ്റവും വലിയ പുതുതായിട്ട് വന്ന ഇതൊരു ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അടിപൊളി ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഷേക്കിങ് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ റീലോഡ് ആവും. പിന്നെ ഗൈസ് വേറെ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് നോക്കാം. സ്പീക്കേഴ്സ്. അപ്പോൾ സ്പീക്കേഴ്സ് ആണെങ്കിൽ HD സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതായത് സാധാരണ ഫോൺ പോലെയല്ല ഗൈസ്. സാധാരണ ഫോൺസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളെ ഫുഡ് സ്റ്റെപ്സും ആൾക്കാർ ഈ PUBG പോലെ ഗെയിം കളിക്കാൻ നേരത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് വെടി വരുന്നതൊക്കെ ഗൈസ്. പക്ഷേ ഇത് സാധാരണ ഫോൺസിലൊക്കെ ആണെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ അറിയാൻ പറ്റില്ല എവിടെ നിന്നൊക്കെ വരണം. പക്ഷേ ഇതിലങ്ങനെയല്ല ഗൈസ്. ഇപ്പം റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ആരെങ്കിലും വരണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള സ്പീക്കർ വെക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ ലെഫ്റ്റിലുള്ള സ്പീക്കേഴ്സ് വെക്കാം. പിന്നെ എക്സ് മോഡ് എന്നുണ്ട്. അപ്പോൾ എക്സ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കസ്റ്റമൈസ് ചെയ്യുക, അതായത് ഇഷ്ടമുള്ള രീതിയിൽ ഗെയിം കസ്റ്റമൈസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. അതായത് അതിൻ്റെ ടച്ചിൻ്റെ ഇതും കൂട്ടാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഗെയിമിങ്ങിൻ്റെ ഓരോ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഗെയിം, അതായത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ PUBGനെ കളിക്കുകയാണെങ്കിൽ PUBGൻ്റെ കുറച്ച് ഇതൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 50,000 ആണ്. അതായത് 8 GB റാമും 128 GB സ്റ്റോറേജ് ഉള്ളതാണ് 50,000 വരുന്നത്. ഇപ്പോൾ 12 GB റാമും 256 GB സ്റ്റോറേജ് വരുന്നതിന് 58,000 to 57,000 ആ റേഞ്ച് ആയിരിക്കും വരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഈ ഭാഗം നോട്ടിഫിക്കേഷൻ കൊടുത്തുള്ളൂ ഗൈസ്. ഞാൻ